അതൊക്കെ റിയയുടെ തോന്നലേ. എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല. അത്രമാത്രം വെറുപ്പാ. കലിയാ കലി. ഇങ്ങനെ പറയുന്നതല്ലാതെ പ്രവൃത്തിയിലെ വെറുപ്പോ കലിയോ ഒന്നും കാണുന്നില്ലല്ലോ. വലിയ വലിയ പദ്ധതികളൊക്കെ അങ്ങ് പ്ലാൻ ചെയ്യും. ഇന്നത്തോടെ അപർണയും സിദ്ധുനെയും കാലപുരിക്ക് അയക്കുന്ന വീമ്പിളക്കും. എന്നിട്ട് ഒടുവില് എല്ലാം സ്വാഹ. കാറിന്റെ ബ്രേക്ക് കേടാക്കി വെച്ചതനുസരിച്ച് നാളെ അവിടെ സഞ്ചയനം നടക്കേണ്ടതാ. ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ റിയ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം കൂടി വിചാരിക്കണ്ടേ. ഹൽദിയുടെ അന്ന് അലർജിപ്പൊടി ചേർത്ത മഞ്ഞളുമായിട്ട് ഞാൻ അപ്പുവിന്റെ തൊട്ടടുത്ത് വരെ ചെന്നതാ. അപ്പോഴാ ആ മധു എന്ന് പറയുന്ന തടിയൻ എന്റെ ദേഹത്ത് വന്ന് തട്ടിയത്. മനഃപൂർവ്വം എന്റെ ബാക്കിൽ വന്ന് മുട്ടിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലുവേ മഞ്ഞള് വീണ് ചൊറിഞ്ഞ് ഊപ്പാട് വന്നത് എനിക്കാ. ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും സന്ധ്യ കഴിഞ്ഞിട്ടായിരുന്നില്ലേ? ഇരുട്ടിന്റെ മറവില് എന്തെങ്കിലും പണി പറ്റിക്കായിരുന്നല്ലോ. ഞാനൊന്നും ചെയ്തില്ലെന്നാണോ? സകലരുടെയും മുമ്പില് അപ്പുനെ നാണം കെടുത്തി ഇല്ലാതാക്കാനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു? അവക്കുള്ള ജ്യൂസിലെ കട്ടയ്ക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തു. 4 കാലിൽ അവള് പൂണ്ട് വിളയാടുന്നത് കാണാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവള് വെള്ളടിച്ച് പ്രശ്നം ഉണ്ടാക്കിയോ? നാണം കിട്ടോള്? പൂസായ ആള് വെളിവില്ലാതെ അപ്പുറത്ത് കിടന്ന് പിച്ചും പേയും പറയുവോ? സുജാത കുഞ്ഞമ്മ ഗ്ലാസ് മാറി മദ്യം എടുത്ത് കുടിച്ചതേ കുഞ്ഞമ്മയാ. കല്യാണം മുടക്കാൻ നടന്ന് നമ്മൾ തോറ്റു. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം. നിങ്ങളൊക്കെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരാ. ഞാനതല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങിയവളാ. അപർണ വളർത്തുമകള് മാത്രമല്ലേ, കൽത്തോട്ടത്തിലെ യഥാർത്ഥ അവകാശിയായ ബാലുവിന്റെ ഭാര്യ ഞാൻ. എന്നിട്ടോ ആ വീട്ടിലെ സ്വത്തിന്റെ മുന്തിയ പങ്കും അപർണ കൊണ്ടുപോയി. ശേഷിക്കുന്നത് ബാലുവിന് കൊടുക്കുമായിരിക്കും ആമി. അത് കണ്ടറിയാം. എനിക്കും എന്റെ മോനും എന്തു കിട്ടും? നിന്ന അവഗണന. ഇത്രയും നാളും ബാലുവിനൊപ്പം ഒരുമിച്ച് താമസിച്ചതല്ലേ റിയ. എന്നിട്ട് എന്താ അവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാഞ്ഞത്? ഈ രാത്രി തന്നെ അതിനുള്ള മറുപടി പറയണോ ഞാൻ? മോശമല്ലാത്ത സ്വത്തുമായി അപർണ വന്ന് കേറുന്നതേ നിങ്ങളുടെ അനിയന്റെ ഭാര്യയായിട്ടാ. അതിന്റെ ഗുണം എന്തെങ്കിലും ഒരിക്കല് ഭാവനയ്ക്കും കിട്ടും. തനുശ്രീയെ സേതുപതി എന്തായാലും വെറുതെ വിട്ടയക്കില്ല. നാളെ സിദ്ധു അവളെ കെട്ടുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക തനുശ്രീ. അവക്ക് നല്ല രീതിയിൽ വട്ടുണ്ട്. അതാ അങ്ങനെ പറയുന്നത്. ശരണ്യമൂർത്തി അറിയോ സാറിന്? അഡ്വക്കേറ്റ് ശരണ്യമൂർത്തി. അറിയാമെങ്കിൽ പറ. പേരെവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നു. ഓഹോ, അത്രേ ഉള്ളൂ? കണ്ടിട്ടില്ല? എവിടെയുള്ള ഏതോ വക്കീലിന്റെ കാര്യം എന്നോടെന്തിനാ ചോദിക്കുന്നത്? ശരണ്യമൂർത്തി വക്കീലിനെ ഞാൻ കണ്ടിരുന്നു. വല്ലാതെ വിശന്ന് വലഞ്ഞപ്പോ എന്തേലും കഴിക്കാന്ന് കരുതിയാ ഞാൻ വക്കീലിന്റെ വീട്ടിൽ കയറിച്ചത്. ഫുഡൊന്നും ഇല്ലേ? ദാരിദ്ര്യം പിടിച്ച വീട്ടിലാണോ വന്ന് കയറിയത്? വിഷമട്ടം വയ്യ. ഉണ്ട്. നേരത്തെ ആഹാരം കഴിക്കുന്ന പാർട്ടീസാ. വന്നന്ന് തൊട്ട് പണിയാണല്ലോ ദൈവമേ. ഇത് കുറെ ഉണ്ടല്ലോ. ഈ കേസ് മുഴുവൻ ജയിച്ചാണോ? ജയിച്ചതാണോന്നാ
ശരണ്യ കേട്ടോ? ആ നിക്ക് ആ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഫയലുണ്ട്. അത് കളയണ്ട, ഇനിയും വേണ്ടതാ. അതേത് ഫയലാ? അതൊക്കെ ഉണ്ട്. നീ ഇനിയും പഴയ കേസ് വാദിക്കാൻ പോകുന്നോ? പറയാൻ ചേച്ചി. ഇതിലേതാന്ന് എങ്ങനെ അറിയാന്? പച്ച ലൈനിങ് ഉണ്ട് പുറത്ത്. സ്പെഷ്യൽ ഫയലെന്ന് മാർക്കർ പേന കൊണ്ട് എഴുതിയിട്ടുമുണ്ട്. ഇതാണോ നോക്കി? ആ ഇത് തന്നെ. ഒരു വലിയ പുള്ളിയെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷിച്ചതിന്റെ ഓർമ്മയാ ഇത്. എനിക്കൊരുപാട് പണവും കൊണ്ട് തന്നു ഈ ഫയല്. ഏത് കേസാ ശരണ്യ? പഴയ സേതുപതിയില്ലേ, സൊണാലി ബംഗ്ലാവിലെ സേതുപതി നാരായണൻ, ആ കേസാ. പപ്പ ഉറങ്ങിയില്ല. പപ്പ, സിദ്ധു, പപ്പ, പപ്പ. വരൂ. സിദ്ധുവും വരട്ടെ. എന്താ സിദ്ധു, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അല്ല പപ്പ എന്താ ഇതുവരെ ഉറങ്ങാത്തെ? ഞാൻ ഉറങ്ങിയതാ. കൊതുകിന്റെ ശല്യം. എന്നാ വാ എന്റെ റൂമിൽ ഒന്ന് കിടക്കാം. ഏയ് കുഴപ്പമില്ല. അല്ല പപ്പ, ഇവിടെ ആരുടെ സംസാരം കേട്ട പോലെ എനിക്ക് തോന്നി. പപ്പ ആരോടാ വർത്താനം പറഞ്ഞേ? ഞാൻ ഈ സമയത്ത് ആരോട് വർത്തമാനം പറയാനാ? നിനക്ക് തോന്നിയതായിരിക്കും. പപ്പയ്ക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മുഖമൊക്കെ ആകെ വിളറിയിരിക്കുന്ന പോലെ. ഏയ് ഒന്നുമില്ല, ഐ എം ഓൾ റൈറ്റ്. പതിവില്ലാതെ വൈകുന്നേരം കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചില്ലേ, ഷുഗർ ലെവല് കുറച്ച് കൂടിയതായിരിക്കും. അല്ല എന്നാ പപ്പയോടൊപ്പം ഞാൻ ഇവിടെ കിടക്കാം. അത് വേണ്ട, നീ ഇവിടെ കിടന്ന ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഉള്ള ഉറക്കം കൂടി പോകും. സിദ്ധു ചെല്ല്, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. അല്ല പപ്പ കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാം. വേണ്ടെന്നേ, സമയം കളയാതെ നീ ചെല്ല്. ചെല്ല്. എന്നാ ശരി പപ്പ, ഗുഡ് നൈറ്റ്. നീ പറഞ്ഞതെല്ലാം ഞാൻ നിഷേധിക്കുന്നു. വെറുതെ നുണക്കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. നീ പറയുന്നതിനൊക്കെ എന്താ തെളിവ്? എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ടെങ്കിലോ? വക്കീലിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ അന്നത്തെ കേസിന്റെ ഫയല്. ഇതിലും വലിയ തെളിവ് വേണോ? ഇതിലോരോ പേജും വിളിച്ചു പറയും സത്യം എന്താന്ന്. നോക്കട്ടെ. കൈ തരാനോ? അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. കൈ കിട്ടിയ നിങ്ങൾ ഇതിലെ പേപ്പറുകൾ മുഴുവൻ നുള്ളി കീറി വിഴുങ്ങത്തില്ലെന്ന് ആര് കണ്ടു? അപ്പൊ എന്തായാലും ചർച്ച കഴിഞ്ഞു. ഇനി എന്റെ ആവശ്യം പണം. 3 കോടി രൂപ കിട്ടണം എനിക്ക്. 3 കോടി രൂപയോ? യെസ്, 3 crores. നേരം പോക്ക് പറയാണ് നീ. അല്ല, സീരിയസ് ആയിട്ട് തന്നെ. നടക്കില്ല ബാലു. എന്നാ നാളെ നേരം പുലരുന്നത് സിദ്ധുവിന്റെ കല്യാണ ഒരുക്കങ്ങളിലേക്കായിരിക്കില്ല, നിങ്ങളുടെ അറസ്റ്റിലേക്കായിരിക്കും. പിന്നെ ഞാൻ പറയണോ എന്തൊക്കെയാ ഉണ്ടാവാൻ പോന്നേന്ന്? ഇത്രയും നാളത്തെ പ്രതാപം, ഇമേജ്, കുടുംബത്തിലെ സ്ഥാനം എല്ലാം നഷ്ടപ്പെട്ടവനായി മാറും സൊണാലിയിലെ സേതുപതി നാരായണൻ. നാളെ സിദ്ധുവിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ,
എന്തെങ്കിലും ചെയ്യാൻ ഞാൻ. എന്തെങ്കിലും ചെയ്താ പോരല്ലോ. നീ ആവശ്യപ്പെടുന്ന അത്ര പണം തരാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല. വിചാരിച്ചാൽ ഉണ്ടാകും. എന്നെ ഒന്ന് വിശ്വസിക്കൂ ബാലു. പറ്റില്ലല്ലോ. ദേ, അധികം കളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സിദ്ധുവിനെ വിളിച്ചു വരുത്തി എല്ലാ സത്യങ്ങളും ഞാൻ പറയും. അതോടെ തീരും പൊപ്പട എല്ലാ കഥയും. മകൻ ആ നിമിഷം നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അല്ലെങ്കിൽ സിദ്ധു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ബാലുവിനെ തെറ്റി. സിദ്ധുവിനോട് അന്നത്തെ ആക്സിഡന്റിനെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് സിദ്ധുവിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓ, അപ്പൊ അപ്പന് സപ്പോർട്ടാണോ മോൻ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് അപ്പൊ അപ്പൂനെ കെട്ടാനുള്ള പ്ലാനല്ലേ? എനിക്ക് പറ്റിപ്പോയ കൈപ്പിഴയ്ക്കുള്ള പ്രായശ്ചിത്തമാണ് അപ്പുവുമായിട്ടുള്ള അവന്റെ വിവാഹം. ഓ, അങ്ങനെ ഇപ്പൊ പ്രായശ്ചിത്തൊന്നും ചെയ്യണ്ട. സിദ്ധുവിനല്ലേ കാര്യങ്ങളൊക്കെ അറിയൂ. അപ്പൂന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അറിയിക്കാൻ പോവാ ഞാൻ. ബാലു, അറിയട്ടേന്നേ. പപ്പ അവളുടെ റോൾ മോഡലല്ലേ? എന്നാലും നമ്മൾ ഇന്നലെ രാത്രിയിൽ യാത്ര ചോദിച്ചു പോരുമ്പോ ചിരിച്ചോണ്ട് നിൽക്കായിരുന്നില്ലേ അപ്പു? അതിന് നിനക്ക് ആ സമയത്ത് വെളിവുണ്ടായിരുന്നു. കൽത്തോട്ടത്തിലേക്ക് വിളിക്കാൻ വേണ്ടി പോയതല്ലേ? എന്താന്ന് അറിയട്ടെ. എന്തായി സിദ്ധു? ആമി തല ചുറ്റി വീണു. കാഞ്ചുവോ ഫോൺ എടുത്ത്. അപ്പുമോളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടോ സിദ്ധു? നേരത്തെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. ഇപ്പൊ സ്വിച്ച് ഓഫ് കുഞ്ഞോ. എന്നാലും അപ്പുമോൾക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കാലോ. അതിന് പറ്റുന്നില്ലായിരിക്കും. ഭാവനയുടെ മമ്മിയുടെ എഴുന്നേറ്റില്ല ഇതുവരെ. കുളിക്കാൻ കയറി. ഓഫീസിലുള്ള പിള്ളേരൊക്കെ കല്യാണം കൂടാൻ നേരത്തെ എത്തുമായിരിക്കും. അവരോടൊക്കെ ഇനി എന്ത് പറയും? അതാണോ കൊച്ചു എപ്പോഴത്തെ വലിയ പ്രശ്നം? അപ്പൂന് എന്താ പറ്റിയെന്ന് അറിയണ്ടേ? എനിക്കെന്തായാലും കൽത്തോട്ടത്തിലേക്കൊന്ന് പോണം. ഞാനുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ചേട്ടാ, അതല്ലേ അതിന്റെ ശരി. എന്നാ പിന്നെ ഒരുങ്ങിയും ഇറങ്ങാം. അപർണ വരുവാണെ കല്യാണം കഴിഞ്ഞെങ്കിൽ പോന്നാ മതിയല്ലോ. ഭാവനയും മമ്മിയും കൂടി കുളിച്ചൊരുങ്ങി ഇവിടെ ഇരുന്നാ മതി. വേണമെങ്കിൽ വിളിക്കാം. സുന്ദരം വന്നേ. സുജാത റെഡിയാവും. സത്യാണോ ഭാവന? ഇവിടുന്ന് പപ്പയും മറ്റുവേ കൽത്തോട്ടത്തിലേക്ക് പോവാനായിട്ട് തുടങ്ങുക. സിദ്ധു എന്ത് പറയുന്നു? അവനാകെ കിളിപോയ അവസ്ഥയില. എടി അവളാണോ ഇതിന് പിന്നില്ലെന്ന് ചോദിക്കുന്നേ? എന്നാലും അപർണയ്ക്ക് എന്ത് പറ്റിയതായിരിക്കും? ആർക്കറിയും. അതെ, ബാലു ഉണ്ടോ റിയയുടെ അടുത്ത്? ഇല്ല, അവനെ കാണാറേ ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? അവൻ ചിലപ്പോ അപർണയെ തട്ടിക്കൊണ്ടുവല്ലം പോയതാണോ? അതെന്തായാലും ഇല്ല. റിയക്ക് എന്തെങ്കിലും അറിയാവോ? എന്താ അറിയാവോന്നാ? എടി വാ തുറന്നങ്ങോട്ട് ചോദിക്കടി. ദേ, തുറന്ന് ചോദിക്കാം ഞാൻ. അപർണയെ കാണാതായതിനു പിന്നിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? ദേ ഭാവന, അതെന്താ എനിക്ക് ചോദിച്ചൂടെ? നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന് ഞാൻ ചോദിച്ചാലോ? ചെയ്തത് ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് റിയോട് പറയുമായിരുന്നു ഞാനായിരുന്നു. ഇയാളുടെ ഹസ്ബൻഡ് വഴി ദുബായിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്തതാണെങ്കിലോ? നാട്ടിലുള്ളപ്പോ ശിവയെ കൊണ്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. പിന്നെ ദുബായിലിരുന്നു. സിദ്ധു അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നല്ലോ. അവൻ പോയി കൊണ്ടുവരട്ടെ. എന്തായാലും ഇന്നത്തെ കല്യാണം ഒന്ന് മാറിപ്പോയല്ലോ. അത് തന്നെ വലിയ കാര്യം. ഇന്നലെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീണ്ടും ചോദിക്കാം, റിയയ്ക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിക്കണം. ആ പിന്നെ തനുശ്രീ വിളിച്ചോ? ഓ, അവളെ ഫോണിൽ കിട്ടുന്നില്ല. എന്നാ ശരി. ദാ, അമ്മയുടെ ഫോൺ. നീ എന്തിനാ എന്റെ ഈ ഫോണിൽ നിന്ന് റിയ വിളിച്ചത്? എന്റെ ഫോണിൽ നിന്ന് കോള് പോയി കഴിഞ്ഞാ പിന്നെ ആരെങ്കിലും സംശയിച്ചാലോ? ആ അത് ശരി. അപ്പൊ പണി കിട്ടുന്നെങ്കിൽ എനിക്ക് ആയിക്കോട്ടെ എന്നല്ലേ? നല്ല മോള്. ഹ, ഞാൻ അങ്ങനെ മമ്മയെ കൈ വിടുവോ? കണ്ടറിയണോ അതൊക്കെ? ഒന്ന് പോമമ്മ. എടി, തനുശ്രീ ഫോൺ എടുത്തില്ലല്ലോ. അവളായിക്കൂടെ പ്രതി? ഹ, ഇന്ന് അപ്പൂന് പകരേ അവളുടെ കഴുത്തിൽ സിദ്ധു താലി കെട്ടുന്ന് വീമ്പിളക്ക് നടന്നതല്ലേ? അത്ര ബുദ്ധിയില്ലാത്തവളല്ല തനുശ്രീ. അപ്പു മിസ്സിംഗ് ആയ സിദ്ധു അതിന്റെ പിന്നാലെ പോവെന്ന് തനുവിന് നന്നായിട്ട് അറിയാം. അല്ലാതെ അതേ മുഹൂർത്തത്തിൽ അവളെ കെട്ടു അവൻ. മമ്മി, സിദ്ധു വരുന്നുണ്ട്. നീ എന്താ രാവിലെ കയറി വന്ന് ഇവിടുത്തെ റൂമെല്ലാം പരിശോധിക്കുന്നത്? കല്യാണ ദിവസമായിട്ട് സൊനാലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എവിടെ എന്റെ അസിസ്റ്റന്റ് ജലജ? ചേച്ചി പാല് വാങ്ങിക്കാൻ പോയി. കാര്യം എന്താന്ന് പറ സിദ്ധു. ആ ദേ വന്നല്ലോ. ആഹാ, സാറെപ്പോ വന്നു? എവിടെ നിങ്ങൾ പാല് മേടിക്കാൻ പോയത്? ബൂത്ത് കടയില്. അപ്പോ എവിടെ? ആര്? അപർണ എവിടെയെന്ന്? അത് ഞാനെങ്ങനെ അറിയാനാ? ഇവള് പറഞ്ഞിട്ട് അപ്പോനെ നിങ്ങൾ എവിടെയും കണ്ട് ഒളിപ്പിക്കാൻ പോയതല്ലേ? എന്തോന്നാ മോളെ സാറ് പറയുന്നേ? ചേച്ചി അകത്ത് വയ്ക്കും. എന്താ സിദ്ധു പ്രശ്നം? ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കാൻ അപർണ എന്താ കൈക്കുഞ്ഞാണോ? കാര്യം എന്താന്ന് പറ. അപ്പോനെ ഇന്ന് പുലർച്ചെ മുതൽ കാണാനില്ല. എന്നാ ആര് പറഞ്ഞു? ഞാൻ കൽത്തോട്ടത്തിൽ പോയിട്ട് വരാം. അതിനെന്തിനാ ഞാൻ താമസിക്കുന്നിടത്ത് വന്നിട്ട് അന്വേഷിക്കുന്നേ? എന്റെ അത്രയ്ക്ക് വലിയ ഫ്രണ്ടാണോ അപ്പു? ഫ്രണ്ട് അല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഞാൻ അപ്പുവിനെ തട്ടിക്കൊണ്ടു പോയതാണോന്നറിയാം. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ഇത്ര സില്ലിയായിട്ട് ചിന്തിക്കുന്നല്ലോ നീ. ഞാൻ കിഡ്നാപ്പ് ചെയ്യാനോ? അപ്പൂനെ വെല്ലുവിളിച്ച ഇന്ന് ഞങ്ങളുടെ വിവാഹം നടക്കില്ലെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ അതേ കല്യാണത്തിന് ബെസ്റ്റ് വിഷസ് പറഞ്ഞതാ ഞാൻ. ദേ ഇപ്പൊ തന്നെ കുളി കഴിഞ്ഞൊരുങ്ങി വിവാഹത്തിന് വരണോന്ന് വിചാരിച്ചിരുന്നതാ. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ സിദ്ധു? അത് പോട്ടെ, സത്യത്തിൽ എന്താ ഉണ്ടായത്? എനിക്കങ്ങോട്ട് വ്യക്തമാവുന്നില്ല. അപ്പൊ നിന്നോട് പിണങ്ങിയോ? നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി എങ്ങോട്ടോ മാറി നിൽക്കുന്നതായിരിക്കും. കുറച്ചു കഴിഞ്ഞ് അവള് വരും. നിനക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തനുശ്രീ വെറുതെ ആവില്ല. വിവരം അറിയും നീ, പറഞ്ഞേക്കാം. എന്താ മോളെ സംഭവം? അവൻ പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ? എനിക്കും അത്രന്നെ അറിയൂ. എന്താ നോക്കുന്നേ? ഒന്നുമില്ല. ബാലു രാത്രി ഇതിലേ വന്ന് കാണില്ലെന്ന എനിക്കൊരു സംശയം. അവൻ അപർണയെ വിളിച്ചുണർത്തി പഴയതെല്ലാം പറയാനിടയില്ലേ? അത് കേട്ട് ആമിയോട് പോലും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയില്ലേ അപർണ? വളരെ തന്റെയുള്ള കൂട്ടത്തിൽ ആ കുട്ടിയെന്ന് നിനക്കറിയില്ലേ? പക്ഷേ അവൾ അറിയുന്നത് അവളുടെ അച്ഛന്റെ അമ്മയുടെയും മരണത്തിന്റെ രഹസ്യമാണ്. ഷോക്കുണ്ടാക്കുന്ന കാര്യമാണ്. അത് കേട്ടാൽ അവൾ ഒളിച്ചോടി പോവുകയല്ല ചെയ്യുക. നേരെ എന്റെ മുമ്പിലേക്ക് വരും. എന്റെ മുഖത്ത് നോക്കി അന്നത്തെ സംഭവത്തെപ്പറ്റി ചോദിക്കും. എന്നെ വെറുതെ വിടില്ല. സിദ്ധുവിനെ വിളിക്കും. എന്റെ മുമ്പിൽ വെച്ച് അവനോട് കാര്യങ്ങൾ പറയും. അതാണ് ആ കുട്ടിയുടെ സ്വഭാവം. അല്ലാതെ ഒരു കാരണവശാലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവില്ല. ഇന്ന് വിവാഹമായിട്ട് രാവിലെ തന്നെ കണ്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി അവൾ ആലോചിക്കാതിരിക്കില്ല. എന്തായാലും പണിയേറ്റു, വർക്കൗട്ടായി. എന്റെ തരകൻ ഡോക്ടറെ. ഈ ഉമ്മ മുഴുവൻ എനിക്കാണോ? വേറെ ആർക്കും കൊടുക്കാനാ മോളെ? ഡോക്ടറോട് പറഞ്ഞു എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയായിരുന്നു. ഇല്ലില്ല, ഒരാഴ്ച ഇവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. ഞാനിനി കല്യാണത്തിന് വീൽ ചെയറിൽ വന്നിരിക്കേണ്ടി വരുമല്ലോ ഈ കാലം നീട്ടി. ദൈവമേ, അങ്ങനെയാണെങ്കിലേ ഞാനൊരു വീൽ ചെയറിൽ മണ്ഡപത്തിലോട്ട് വന്നിരിക്കാം. താലയിടാനും ഹാരം കൈമാറാനും ഒക്കെ അതല്ലേ ഈസി. അപ്പൊ പിന്നെ നമ്മുടെ ഹൈറ്റും അഡ്ജസ്റ്റ് ആവും. പ്ലാസ്റ്റർ എടുത്തു കഴിയുമ്പോ കാലിന്റെ നീളവും കുറയും, ഹൈറ്റും കുറയും. ആ
ആണോ? അതെ, അങ്ങനെയൊന്നും വരത്തില്ല. വാ ഇങ്ങോട്ട് വാ. എപ്പോ? അത് ശരി. എന്നിട്ട് നീ ഇവിടെയൊന്നും അറിയിച്ചില്ലല്ലോ. ആ ശരി ശരി. അവൻ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി 9-ാം തീയതി, അതായത് മിനിഞ്ഞാന്നത്തെ ഫ്ലൈറ്റില്. പോലീസ് വരാൻ എന്താ എത്ര താമസിക്കുന്നത്? പാപ്പ, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. ശരി, എന്നാ ഞാൻ വിളിക്കാം. ശിവയോട് പറഞ്ഞു. കേട്ടിട്ട് തന്നെ ശിവ ചിരിക്കുക. സിദ്ധുവിനെ വിട്ടിട്ട് വേറെ വല്ലവന്റെയും കൂടെ അവള് മുങ്ങിയതാണോന്ന്. അത്രയും മണ്ടത്തരം അവള് കാണിക്കില്ല. സൊണാലി സമം കോടികളെന്ന് അപർണയ്ക്കറിയാം. അത് കളഞ്ഞിട്ട് അവള് കളം മാറി ചവിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ആട്ടെ, അപർണയെ കാണാനില്ലെന്നറിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു സന്തോഷവോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ നിനക്ക് കാണാനില്ലല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെയല്ലല്ലോ ഭാവന റിയാക്ട് ചെയ്യേണ്ടത്. അവളുടെ കേസില് ഞാൻ അറിയാതെ എന്തെങ്കിലും പണി ഒപ്പിച്ചോ നീ? എന്നുവെച്ചാ അപർണയെ കൽത്തോട്ടത്തിൽ നിന്നും കടത്തിക്കൊണ്ടു പോവാൻ ആരുമായിട്ടെങ്കിലും കരാറുണ്ടാക്കിയോന്ന്? ദേ മമ്മ, ഒരുമാതിരി സിദ്ധു ചോദിക്കുന്ന പോലുള്ള ചോദ്യം എന്നോട് ചോദിക്കല്ലേ. കൂടെ നിന്നിട്ട് കാലുവായിരുന്നോ? അത് തന്നെ എന്റെ സംശയം. എന്നാ സംശയം അങ്ങ് വെച്ചിരുന്നാ മതി. അവള് പോയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാ പോയത് എവിടാന്നറിയണം, എന്ത് സംഭവിച്ചൊന്നും അറിയണം. എങ്കിലേ ആ സന്തോഷം പൂർണ്ണമാവത്തുള്ളൂ. എന്റെ മോളൊക്കെയാ എന്ന് കരുതി ഇവളെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട. പാവാ നീ. കുറച്ചു സമയത്തേക്ക് തീ നിന്നില്ലേ? ചേട്ടായി വേണമെങ്കിൽ കുറച്ചു സമയം ഒന്ന് കിടക്ക്. വേണ്ട, രാവിലത്തെ മരുന്ന് കഴിച്ചിട്ടില്ല, അതിന്റെ ഒരു വല്ലായ്മയുണ്ട്. എന്നാ വീട് വരെ ഒന്ന് പോയിട്ട് വാ സുന്ദരേട്ടാ. കൂടച്ചെല്ല്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാവോന്ന് അറിയില്ലേ? പോയിട്ട് വാ, ഞാനിവിടെ നിക്കാം. ആമി വരട്ടെ. എന്നാ വീട്ടിൽ പോയി മരുന്ന് കഴിച്ചിട്ട് വരാൻ ചേട്ടായി. ഉം. മധു. ഓ ആയിക്കോട്ടെ. ഓ കാഞ്ചു, മോൾ എന്തേലും കഴിച്ചായിരുന്നോ? ഒന്നും വേണ്ട കുഞ്ഞ. എന്റെ അപ്പച്ചി. കുറച്ച് വെള്ളം കൂടി കുടിച്ചോ. ഇന്ന് ഇതുവരെ ഒന്നും കഴിച്ചല്ലോ. സത്യം പറ, അപ്പു എവിടെ? അത് തന്നെയാ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. അടവെടുക്കണ്ട. അപ്പുവിനെ കാണാനായി കൽത്തോട്ടത്തിലേക്ക് പോകുമെന്ന് നീ ഇന്നലെ എന്നോട് പറഞ്ഞതാ. അത് നിങ്ങൾ എനിക്ക് പണം തരാൻ മടിച്ചപ്പോഴാ. തരാന്ന് സമ്മതിച്ചപ്പോ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി. നോ, നീ ചതിയനാ. അപർണയെ കിഡ്നാപ്പ് ചെയ്തത് നീ തന്നെയാ. അവളെ കെട്ടായിരുന്നല്ലേ നീ. സിദ്ധുവായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് അറിഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ല. സത്യം പറയുന്ന നിനക്ക് നല്ലത്. അപ്പുവിനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കൈവിട്ട കളിയാണ് ബാലു. ഇവനെന്താ എവിടെ? അപ്പുവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് വീണ്ടും വന്നിരിക്കുക. മതി നോൺസെൻസ് പറഞ്ഞത്.
എനിക്ക് പണം തരുന്നതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പുവിനെ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ച് നിങ്ങളല്ലേ? അനാവശ്യം പറയരുത്. രാവിലെ വിവരം അറിഞ്ഞത് മുതൽ ഞങ്ങൾ നെട്ടോട്ടത്തില. അനിയനും ചേട്ടനും കൂടി എന്റെ മുമ്പിൽ നാടാൻ കളിക്കരുത്. ഈസി ആയിട്ട് 2 നിരപരാധികളെ തട്ടിയിട്ട് 10-20 കൊല്ലം രക്ഷപ്പെട്ട് കിടന്ന ടീമാ. അതുകൊണ്ട് വലിയ പ്രസംഗമൊന്നും വേണ്ട. അതവിടെ നിൽക്കട്ടെ. എനിക്ക് തരാന്ന് പറഞ്ഞ പണം അവിടെ. ഈ ടെൻഷന്റെ ഇടയ്ക്ക് പണം അറേഞ്ച് ചെയ്യാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? രണ്ടും 2 വിഷയമാണ്. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കുകയും വേണ്ട. മുരളീകൃഷ്ണന്റെ മരണത്തെ പറ്റി ഒരു അനോണിമസ് കോൾ പോലീസിന് കിട്ടിയ നിങ്ങൾ 2 പേരും അകത്ത്. ഞാനങ്ങനെ ചെയ്യട്ടെ? എനിക്കിനി ഒന്നും നോക്കാനൊന്നുമില്ല. ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാനുമില്ല. ഈ അവസരത്തിൽ കുറച്ച് മനുഷ്യത്വം കാണിക്കൂ ബാലു. ഒരു പാവ അച്ഛനെ അമ്മയും പണത്തിന്റെ പേരിൽ വകവരുത്തിയ ആളാ മനുഷ്യത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഞാനല്ല അവരെ വകവരുത്തിയത്. അപ്പൂനെ കാണാതെ തീ തിന്നുകയെ അവിടെ എല്ലാരും. നിനക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല. ആ കുട്ടിക്ക് എന്തു പറ്റിയെന്ന് അറിയാത്തതിൽ നിനക്ക് ഒരു ടെൻഷനും ഇല്ല. നീയല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയത്? അതെ ചേട്ടായി, യവനാണ് ആ കിഡ്നാപ്പിന്റെ പിന്നില്. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു പണം തട്ടിയെടുക്കാനായിട്ട്. നിർത്തണോ? തുകയും കൈക്കലാക്കിയിട്ട് അപ്പൂനെ കൊണ്ട് മുങ്ങാനായി അവന്റെ പരിപാടി. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ സിദ്ധു. നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. താൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും അറിയാത്ത പാവം. ആ കാർ അപകടത്തിന് പിന്നിൽ ഇയാളുടെ പപ്പയാന്ന് സിദ്ധുവിന് അറിയാം. എല്ലാം സിദ്ധുവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് മൂപ്പർ എന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടെ അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പനും മോനും കൂടിയുള്ള ഒത്തുകളിയെ എന്നോട് വേണ്ട. ഒരു കാര്യം ചെയ്യും, 2 പേരും കൂടി എനിക്കുള്ള ക്യാഷിങ് തന്നേര്. ഞാൻ പോയേക്കാം. വൈകുന്നേരം വരെ സമയം കൊടുത്തിട്ടുണ്ട് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ മോനെ, എന്റെ ഭാഗത്തുണ്ടായ ഒരു പിടിപ്പുകേട്, ഒരു കയ്യബദ്ധം. എത്ര നിസ്സാരമായിട്ടാ പറഞ്ഞൊഴിയുന്നേ. അതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടത് 2 പേരുടെ ജീവനാ. അതും അപ്പുവിന്റെ അച്ഛനും അമ്മയും. പപ്പയുടെ സ്ഥാനത്ത് ഉണ്ടായിരിക്കേണ്ടതല്ലേ ആ മനുഷ്യരും? സിദ്ധു മോനെ, ഇത്തരം ഒരു മഹാപാപം ചെയ്ത ആളാണോ എന്റെ പപ്പ? ഇനി എന്ത് വേണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. ചേട്ടായി, സിദ്ധു ഇതെന്ത് ഭാവിച്ച മോനെ? നീ എങ്ങോട്ടായി പോകുന്നത്? എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. എടാ മോനെ. ഇല്ല പപ്പ, എന്റെ മനസ്സിൽ കുറച്ചു മുമ്പ് ഉടഞ്ഞു വീണത് ഒരു വലിയ വിഗ്രഹ. ഞാൻ ആരാധനയോടെ കണ്ടിരുന്ന എന്റെ പപ്പ എന്ന വിഗ്രഹം. ഇതൊന്നും കാണാൻ മമ്മി ഇല്ലാതിരുന്നത് നന്നായി. ഇല്ലെങ്കിൽ എത്രമാത്രം വിഷമിക്കുമായിരുന്നു എന്റെ മമ്മി. പറ്റിപ്പോയിന്ന് ഞാൻ ഏറ്റു പറഞ്ഞില്ലേ? അതുകൊണ്ട് പപ്പ ചെയ്തെല്ലാം കുറ്റമല്ലാതെ ആവൂ? നീ വിധിക്കുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. പറ, പപ്പ എന്ത് ചെയ്യണം? ചെയ്യാനുള്ളതെല്ലാം 20 വർഷം മുമ്പ് ചെയ്തല്ലോ. ഉള്ളു പൊള്ളിക്കുന്ന ഈ രഹസ്യം മനസ്സിലിട്ടുകൊണ്ടാണോ ഇത്രയും നാള് പപ്പ പെരുമാറിയത്? അല്ലേ? എടാ അങ്ങനെയല്ല. നിങ്ങളുടെ കല്യാണക്കുറി കൈമാറാൻ കൽത്തോട്ടത്തിൽ പോയ അന്നാണ് ചേട്ടായി മനസ്സിലാക്കുന്നത് മുരളീകൃഷ്ണന്റെ മകളാണ് അപ്പൂന്ന്. ഓ, ഇപ്പൊ മനസ്സിലായി. അന്ന് തൊട്ട് പപ്പ എന്തിനാ ഞങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്നേന്ന്. എന്നിട്ട് പിന്നീട് വിവാഹത്തിന് സമ്മതിച്ചോ? അതിന്റെ പിന്നിലുള്ള ചുറ്റിക്കളി എന്താ? മനഃപൂർവ്വമല്ലെങ്കിലും
എന്നോ ചെയ്തു പോയ തെറ്റ് തിരുത്തണമെന്ന് തോന്നിയിട്ടുണ്ട്. നീയും അപ്പവും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞതുകൊണ്ട്. അല്ലാതെ ഒരു ചുറ്റിക്കളിയുമില്ലായിരുന്നു. സത്യം. അപ്പു എന്നെങ്കിലും ആ സത്യം എപ്പോഴെല്ലാം അറിഞ്ഞുള്ള പ്രശ്നത്തെ പറ്റി പപ്പയൊന്ന് ആലോചിച്ചു നോക്കിയേ. അത് ആലോചിച്ചിട്ടാ ചേട്ടായുടെ ഉറക്കം മൊത്തം നഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് തന്നെ തോന്നി അപർണ അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന്. അത് കാരണം ഉണ്ടാകുന്ന എന്ത് കോൺസിക്വൻസും നേരിടാൻ ഞാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി. വേണ്ടി വന്നാൽ നാട് വിട്ടു പോകാൻ പോലും പ്രിപ്പയർഡായി ഞാൻ. ഇല്ല മേഡം. തനുശ്രീ, അപ്പോ തനുശ്രീക്കൊന്നും അറിയില്ല? ഇല്ല മാഡം. ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്ക്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോന്നു? മാഡത്തിനോട് പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. ഇന്നലെ അപർണയുടെ വീട്ടിൽ നടന്ന റിസപ്ഷന് തനുശ്രീയെ ക്ഷണിച്ചിരുന്നു. ഇല്ല. പക്ഷേ ഇയാൾ അവിടെ വന്നിരുന്നല്ലോ. വന്നിരുന്നു. പോയില്ലേ? ആൻസർ പറയൂ. പോയി. അത്യാവശ്യത്തിനുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തോണ്ടാ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നീ എന്തിനാ ഇന്നലെ കൽത്തോട്ടത്തി വന്നേ? മേഡം, ഞാൻ പോലും അറിയാതെ ഇന്നലെ ഇവള് കൽത്തോട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുവിന്റെ മിസ്സിംഗുമായിട്ട് ഇവൾക്ക് എന്തോ ബന്ധമുണ്ട്. തനുവിനെ കസ്റ്റഡിയിൽ എടുക്കണം. ഒന്ന് സമാധാനിക്കണം സിദ്ധാർത്ഥ്. ഞാൻ വന്നത് പപ്പയെ കാണാനാ. നീ എന്തിനാ കല്യാണത്താലേന്ന് എന്റെ പപ്പയെ കാണുന്നേ? വെയിറ്റ് സിദ്ധാർത്ഥ്, ഞാൻ ചോദിക്കാം. എനിക്ക് ഒളിക്കാനും മറിക്കാനും ഒന്നുമില്ല മാഡം. സിദ്ധുവായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് നടന്നവളാ ഞാൻ. ഇപ്പോഴും അതാ എന്റെ സ്വപ്നം. ഇവൻ അപർണയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവാത്ത കാര്യമാ. സിദ്ധു എന്റേത് മാത്രമായിരിക്കണം എന്നാണ് ആഗ്രഹം. ചിലപ്പോ അത് അത്യാഗ്രഹമായിരിക്കും. എന്നിട്ടാണോ നീ ഞങ്ങളുടെ വിവാഹത്തിന് ഒരു ആവർത്തിച്ചു പറഞ്ഞത്? അപ്പൊ നിനക്കെന്തോ ഹിഡൻ അജണ്ടയുണ്ട്. മേഡം, ഇവളെ വെറുതെ വിടരുത്. കൂടുതൽ കഥ പറയാതെ മാറ്ററിലേക്ക് വാ. ഇന്ന് കല്യാണത്തിന്റെ മുഹൂർത്തം ആവുമ്പോ സിദ്ധു എന്റെ കഴുത്തിലായിരിക്കണം താലി കെട്ടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചു. അതെങ്ങനെ സംഭവിക്കും? ആ കാര്യം എന്നോട് പോലും പറയാതെ രഹസ്യമായിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നു പപ്പ. വേറൊന്നുമില്ല. ഓ, അതാണോ? എവിടെ നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യ? വിളിക്കാം, അപ്പുറത്തുണ്ട്. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. പപ്പയോട് ക്ഷമിച്ചതല്ല, രക്ഷിച്ചതാ ഞാൻ. എന്താ, എന്തേലും പറഞ്ഞോ? ഇല്ല ഇല്ല മേഡം. എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി അങ്ങ് ഓടിയാ മതിയായിരുന്നു. എന്നിട്ട് വേണം ആ പോലീസുകാര് നിന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ. തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആൺ പോലീസുകാരെ പോലെ അല്ലല്ലോ മമ്മ പോലീസിലെ പെണ്ണുങ്ങള്. പുലികളായിരിക്കും. അതും SI മാത്രമല്ല, ACPയോ. ചുമ്മാ എടുത്തിട്ടങ്ങ് കൊടയും.
നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും മൂഡ് ഓഫിലാണല്ലോ. എന്ത് ചെയ്യാം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ലൈഫിൽ സംഭവിക്കുന്നത്. എല്ലാവരും പറയുന്നത് അവനെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന. ശരിക്കും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവോ? ഭാവനയ്ക്ക് എന്ത് തോന്നുന്നു? അതിപ്പോ ഞാനെന്ത് പറയാനാ മാഡം? രാവിലെ വിവരം അറിഞ്ഞതിൽ പിന്നെ ഇവള് ജലപാനം കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് സങ്കടായിപ്പോയി. മുഖം കണ്ടാലേ അറിയാം. എന്റെ വിഷമം മാഡത്തിനെങ്കിലും മനസ്സിലായല്ലോ, സമാധാനമായി. തട്ടിക്കൊണ്ടുപോയതാണെങ്കി ഇതിനോടകം ഫോൺ കോള് വരേണ്ടതല്ലേ? പെണ്ണിനെ വിട്ടയക്കണമെങ്കിൽ 2-3 കോടി രൂപ ആവശ്യപ്പെട്ടേനെ. യു ആർ കറക്റ്റ്. മമ്മിക്കും മോൾക്കും ആരെങ്കിലും സംശയമുണ്ടോ? ഏയ് ഇല്ല മാഡം, ഞങ്ങൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്താ സംഭവിച്ചെന്ന്. റിയ ഇപ്പൊ എവിടെയുണ്ട്? മനസ്സിലായില്ലേ? ബാലശങ്കറിന്റെ റിയ. അയാളിപ്പോ എവിടെയുണ്ടെന്ന് അറിയില്ല മാഡം. ഒന്ന് ഓർത്തു നോക്ക്. സത്യമായിട്ടും എനിക്കിപ്പോ റിയ ആയിട്ട് ഒരു ബന്ധവുമില്ല മാഡം. അപ്പോ നേരത്തെ ബന്ധം ഉണ്ടായിരുന്നു. അതാരാന്ന് മാഡത്തിന് പറയാൻ പറ്റുമോ? ആരുമാവാം. ഞങ്ങൾ പോലീസുകാർക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഒരു ക്രൈം അഥവാ ക്രൈം അറ്റംപ്റ്റ് നടന്ന ആ പരിസരത്തുള്ളവരെ എല്ലാം സംശയിക്കും. ആരും പ്രതിയാവാമല്ലോ. മർഡർ നടത്തിയയാള് അന്വേഷണത്തിന് വന്ന പോലീസിനെ സഹായിക്കാനെന്ന മട്ടിൽ കൂടെ കൂടിയ കഥയും കേട്ടിട്ടുണ്ടല്ലോ. ഒരു നിമിഷത്തെ പ്രേരണ കൊണ്ട് കൊലപാതകം നടക്കാം. പെട്ടെന്നുണ്ടാവുന്ന പ്രകോപനം കൊണ്ട് സംഭവിച്ചു പോകാം. എന്നാൽ കിഡ്നാപ്പിംഗ് അങ്ങനെയല്ല. മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കും. ഇതിപ്പോ പണത്തിനു വേണ്ടിയല്ല അവനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആണെങ്കിൽ ഇതിനോടകം ഫോൺ കോൾ വന്നേനെ. അപ്പോ ലക്ഷ്യം വേറെയാ. അതുകൊണ്ട് പ്രതി ആരുമാവാം. നിങ്ങളുടെ ഫാദർ, ഇളയച്ചൻ, മധുശങ്കർ, അങ്ങനെ ആരെ സംശയിക്കാം. പ്രഭ വിളിക്കായിരുന്നേ ഇവിടത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി. അവൾക്ക് ഭയങ്കര വിഷമായി. വാവിട്ട വർത്താനം പറയെങ്കിലേ അപ്പുവിനോട് അവളുടെ ഉള്ളിൽ മുടിഞ്ഞ സ്നേഹ. അപ്പുവിന്റെ കാര്യത്തിൽ മോനെ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? മാഡത്തിന് മധുവിനോട് എന്തോ സംസാരിക്കാനുണ്ട്. നമസ്കാരം. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. അറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ഞാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ. അതല്ലേ ഉത്തരവാദിത്വം. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല മാഡം. അപ്പുവിനെ കണ്ടെത്തേണ്ടത് ഈ കുടുംബത്തിന്റെ ആവശ്യ, എന്റെയും കൂടി ആവശ്യ. എന്നാ ആ റിയെ വിളിച്ചൊന്ന് സംസാരിക്കണം. റിയോ? ആ, അറിയില്ലേ? എനിക്ക് ആ പെണ്ണുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് പറയണ്ട. മധു ആ പെണ്ണിനെ പണ്ട് വിളിക്കുമായിരുന്നു. അതൊക്കെ പണ്ടല്ലേ. പ്രഭ വിലക്കിയതിനു ശേഷം ഒരു മിസ് കോള് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ. എന്നാലും വിളിച്ചെടുക്കാതിരിക്കത്തില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്യ്. ഒരു സീരിയസ് മാറ്റർ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ പറയണമെന്ന് തോന്നിയത്. അത് കഴിഞ്ഞു മതി കല്യാണമൊക്കെ. എന്തു പറ്റി അപ്പു? എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് എത്ര വർഷമായിന്ന് അറിയാമോ? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അവരെങ്ങനെ മരിച്ചെന്നറിയോ സിദ്ധുവേട്ടന്? കാർ ആക്സിഡന്റിൽ. എന്തു പറ്റി നീ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നേ? അവര് മരിച്ചതല്ല, കൊന്നതാ. മോനെ, സിദ്ധു സൂക്ഷിച്ചു പോ. അപ്പുവിന്റെ അച്ഛനെയും അമ്മയും കുഞ്ഞിക്ക് അറിയായിരുന്നു? ഇല്ല, അവരുടെ മരണമൊക്കെ നടന്നതിന് ശേഷമല്ലേ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നേ. മമ്മി ആ സംഭവത്തെ പറ്റി കുഞ്ഞോട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ഏയ് ഇല്ല മോനെ, ആ കാര്യങ്ങളൊന്നും ഏട്ടത്തി സംസാരിച്ചിട്ടേ ഇല്ല. അന്ന് അതൊക്കെ വലിയ വാർത്തയായിരുന്നു പത്രത്തിലൊക്കെ. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പിന്നെ ഇത്രയും ന്യൂസ് ചാനലുകളൊന്നും അന്നില്ലല്ലോ. പേപ്പറും പിന്നെ റേഡിയോയിലെ പ്രാദേശിക വാർത്തയും, അങ്ങനെ ആളുകൾ ന്യൂസ് അറിഞ്ഞിരുന്നത്. അല്ല, ഇപ്പോഴെന്താ നീ അവരുടെ അപകടത്തെ കുറിച്ച് ചോദിച്ചത്? ഒന്നുമില്ല കുഞ്ഞ.
അപ്പൊ അതിന്റെ കാര്യം വല്ല സൂചിപ്പിച്ചായിരുന്നു? ഇല്ല, പെട്ടെന്ന് ഓർത്തപ്പോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആക്സിഡന്റ് നടക്കുമ്പോ അപ്പമോൾ അവരുടെ കൂടെ ഇല്ലാതിരുന്നത് ഭാഗ്യായി. ഹോ, അല്ലെങ്കിൽ ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടേനെ. ആയുസെത്തുമ്പം ദൈവം വിളിക്കും. അന്നേരം ആരായാലും പോയല്ലേ പറ്റൂ. ഇത് ദൈവം വിളിച്ചതല്ല, ദൈവത്തെ കൊണ്ട് വിളിപ്പിച്ചതാ. അപ്പോ അവളോട് നിനക്ക് ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്നർത്ഥം. ബാലു എന്ത് ചെയ്താലും കുഴപ്പമാണല്ലോ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. റിയ എവിടെ ഉണ്ടെന്ന് പറ. അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതെന്താ, നിങ്ങൾ ഒരുമിച്ചല്ലേ? അല്ല, ഫോൺ വിളിക്കാതിരിക്കില്ലല്ലോ. വിളിച്ചാലും എടുക്കാറില്ല. റിയ വിളിച്ചാ നീ ഫോൺ എടുക്കില്ലെന്ന് ഞാനതങ്ങ് വിശ്വസിച്ചു. ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കാറില്ല. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ടാക്സി കൂലി പോലും ഇല്ലാതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. എന്നാ ഞാൻ അവൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. അത് മതിയോ? ഞാൻ റിയയും എന്നും അമ്മയ്ക്ക് പരിഹസിക്കാനുള്ളവരാണല്ലോ, അല്ലേ? അപ്പനെ കുറിച്ച് എന്തേലും വിവരം കിട്ടിയോ? നിനക്കെന്തേലും അറിയാവോ അവളെ പറ്റി? എങ്ങനെയാ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കുക? അപ്പോ ഇവിടെ ഇല്ലെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ക്ഷണിച്ചില്ലെങ്കിലും വിവാഹം നന്നായിട്ട് നടന്നോന്നറിയാൻ എനിക്കൊരാഗ്രഹം തോന്നി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ പുറത്തു വന്നു. അപ്പോഴാ അറിഞ്ഞത്. ബാലു ആത്മാർത്ഥത ഇല്ലാത്തവന്, കള്ളന്. പക്ഷെ തീരെ മനസാക്ഷി ഇല്ലാത്തവനല്ല. ഹാമി വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. ഒന്ന് കാണണമെന്ന് തോന്നി. ആശ്വസിപ്പിക്കാനാണെന്നൊന്നും പറയുന്നില്ല. എന്റെ വാക്കുകള് അമ്മ ഒരിക്കലും ആശ്വസിപ്പിക്കില്ല എന്നും അറിയാം. എന്നാലും എന്നെ കാണുമ്പോ കുറെ ദേഷ്യപ്പെടുമല്ലോ. അപ്പോ മൂടിക്കെട്ടിയിരിക്കുന്ന മനസ്സിന് ഒരു മാറ്റം വരുമല്ലോ. അങ്ങനെ വിചാരിച്ചു. അതിനുവേണ്ടി വന്നതാ. ഇനി ഈ പറഞ്ഞൊന്നും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഹാമി എന്നെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു. കൊച്ചാണല്ലോ എല്ലാത്തിന്റെ സൂക്ഷിപ്പുകാരൻ. എന്നായിരുന്നു അത്? എന്താ മോനെ കാര്യം? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഞാൻ പറയാം. ഓഫീസിൽ ഇഷ്യൂ ഉണ്ടായതിനു പുറകെ നീ അപ്പുവിനെ വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ താമസിപ്പിച്ചില്ലേ? ആ സമയത്താ. എങ്കിലെന്റെ ഊഹം ശരിയാ. പപ്പ ബോധമില്ലാതെ എന്നോടാന്നുള്ള ധാരണയിൽ പഴയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതേ അപ്പുവിനോടാ. അത്രയ്ക്ക് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നില്ല സിദ്ധു ഞാൻ. മദ്യത്തിന്റെ ലഹരിയിൽ അതെല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നും. ഇപ്പോ നിനക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? പേരൻസിന്റെ മരണത്തെ പറ്റി അപ്പുവിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അവളത് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ചേട്ടായിയുടെ പേര് അവള് പറഞ്ഞോ നിന്നോട്? അതില്ല. ഓ, സകല കുഴപ്പങ്ങൾക്കും കാരണം പപ്പയാ. കൈപ്പഴയെന്നും അബദ്ധമെന്നും പറഞ്ഞ് നിസ്സാരമാക്കി കാണിക്കുന്ന ഒരു ക്രൈം ചെയ്തിട്ട് അതൊളിപ്പിച്ചു വെക്കാൻ ഓരോരോ പരിപാടികൾ. ഒരു സമയത്ത് അപ്പു ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. പിന്നെ അവൾ ആരുടെ മകളാണെന്ന് മനസ്സിലാക്കിയപ്പോ ചുവടങ്ങ് മാറ്റി. കണ്ണിലെ കരടായി. അങ്ങനെയാ ഞങ്ങളുടെ വിവാഹത്തെ പോലെ എതിർത്തത്. പിന്നെ അതിന് അനുവാദം തന്നല്ലോ. അപ്പോഴത്തേക്ക് മമ്മി പോയല്ലോ. പപ്പയെ ഒളിച്ച് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്താനിരുന്ന ദിവസമാ മമ്മിയുടെ മരണം. ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ച ദിവസം തന്നെ അപ്പു മിസ്സിങ്ങും. സിദ്ധു വന്നേ. എന്താ? വാ, ഒരു കാര്യം പറയട്ടെ. കൊച്ച, ചേട്ടായിക്ക് പണ്ടങ്ങ് ഒരു പിടിപ്പുകേട് പറ്റിപ്പോയി. അതിന്റെ പേരിൽ ഉള്ളില് നല്ല വിഷമം ഉണ്ട് താനും. നീ പപ്പയെ പ്രതിക്കൂട്ടി നിർത്തി സംസാരിച്ച മോനെ, നിനക്കറിയാലോ, ഹാർട്ട് പേഷ്യന്റാ. പുള്ളിക്കാരനത് താങ്ങാൻ പറ്റാതെ വരും. മരിച്ചുപോയ ചേട്ടത്തി തിരിച്ചു വരില്ല. അപ്പു എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ അതിനിടയ്ക്ക് പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നീ അതിനെക്കുറിച്ച് ചിന്തിക്ക്.
എന്താ കുഞ്ഞ്? മാറി നിന്ന് രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നോണ്ട് നോക്കിയതാ. ഞാൻ പിന്നെ ആർക്ക് ഫോൺ ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താ? ഇത്ര അർജന്റായിട്ട് ആരെയാ വിളിച്ച് ഇവിടത്തെ വിശേഷങ്ങൾ അറിയിക്കുന്നത്? അതെന്റെ പേഴ്സണൽ കാര്യം. മറ്റാരും ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഈ വീടുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നിരിക്കുന്ന സമയം ചിലപ്പോ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. എന്നെ ചോദ്യം ചെയ്യാനേ കുഞ്ഞിക്കാരാ അനുവാദം തന്നത്? അതിന് ഞാൻ നിന്നെ ചോദ്യം ചെയ്തു. ഇവിടത്തെ വിവരങ്ങള് ആരെയാ ഇത്ര തിടുക്കപ്പെട്ട് വിളിച്ചറിയിക്കുന്നേ എന്ന് ചോദിച്ചു. അത്രയല്ലേ ഉള്ളൂ. എന്നാലേ സംശയിക്കണ്ട. ഞാൻ ശിവയെ വിളിച്ചത്. സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്ക്. അതങ്ങ് പറഞ്ഞാ പോരെ. മറ്റുള്ളവരുടെ പെർമിഷനോടെ എനിക്ക് എന്റെ ഭർത്താവിനെ വിളിക്കാവുള്ളൂ എന്ന് വെച്ചാ ഇതെന്താ അടിയന്തരാവസ്ഥയാണോ? ഭാവന എഴുതാപ്പുറം വായിക്കില്ലേ? അല്ലെങ്കിലും നിങ്ങക്ക് പണ്ടേ എന്നോടും എന്റെ മമ്മയോടും ചൊരുക്ക് തന്നെയേ. ഞാൻ ഓവർ മേക്കപ്പ് ആണ്, കൈയില്ലാത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. നീ കൊണ്ട് കേസ് കൊടുക്ക്. അപർണയെ തട്ടിക്കൊണ്ടു പോയത് ദുബായിലിരിക്കുന്ന ശിവയും കൂടിയാണെന്ന് പറഞ്ഞു നിങ്ങളുണ്ടേ കേസ് കൊടുക്കുമല്ലോ. നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൂടാന്നുണ്ടോ? ദേ കുഞ്ഞ്, അധികം അങ്ങനെ സത്യവതി ചമയല്ലേ ഭാവനെ. ചിലതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായിരുന്ന കുഞ്ഞിക്ക്? ഹൽദിയുടെ അന്ന് അപ്പൂനുള്ള മഞ്ഞളിന്റെ പൗഡറിൽ ചൊറിയുന്ന പൊടിയിട്ടത് ആരാ? ആരാ? സർവാംഗം ചൊറിഞ്ഞു കയറി വന്ന നീ പറ. മഞ്ഞളിനകത്ത് ചൊറിയുന്ന പൊടിയാണെന്ന് പറഞ്ഞത് കുഞ്ഞിയല്ലേ? അപ്പൊ നിങ്ങളായിരിക്കും അത് ചെയ്തത്. ഇന്നലെ പാർട്ടിക്കിടയിലേ അവൾക്കുള്ള ജ്യൂസിൽ കള്ള് ചേർത്തതും അത് ഗ്ലാസ് മാറി കുടിച്ചതും ഞാനാണെന്ന് പറയൂ നീ? ആ, ചിലപ്പോ പറഞ്ഞിരിക്കും. നെറികെട്ട കാര്യങ്ങൾ പറഞ്ഞാലേ വിവരം അറിയും നീ. കുഞ്ഞിക്കിപ്പൊ എന്താ വേണ്ടത്? അപ്പൂനെ കാണാതായത് ഞാൻ എന്തോ ചെയ്തിട്ടാണെന്ന് വരുത്തി തീർക്കണം. വരുത്തിയൊന്നും തീർക്കണ്ട. പക്ഷേ നിനക്കാ സംഭവമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതാ നല്ലത്. ഓ, ACP വന്നത് പോരാഞ്ഞിട്ട് രഹസ്യ പോലീസ് സുജാത മാഡം അവതരിച്ചിരിക്കുന്നു. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിലേ ഞാനായി ACPയോട് പറയുമായിരുന്നു നിന്നെ ശരിക്കൊന്ന് കൊടയാൻ. ഒരു സൂചനയും കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. തെളിവ് സഹിതം പിടിക്കപ്പെടുന്നവരെ ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്നേഹബുദ്ധിയോടെ ഞാൻ പറയുക, അപ്പുവിന്റെ കേസിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ സിദ്ധുവിനോടോ ചേട്ടായിയോടോ തുറന്നു പറയണം. അല്ലെങ്കിൽ കേസിൽ ചെന്ന് പെടുക മാത്രമല്ല, ഈ സൊനാലി ബംഗ്ലാവിൽ നിന്നേ നീ പുറത്താവും. നീ മാത്രമല്ല, നിന്റെ മമ്മിയും. ഓർത്തോ? പറയണം മിസ്റ്റർ മധുശങ്കർ. ഞാൻ നിങ്ങളോട് തന്നെ. ഞാനോ? ഞാൻ എന്ത് പറയാൻ? അപർണ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എങ്ങനെ അറിയാനാ? ആരും വിശ്വസിക്കരുത് കേട്ടോ. ആമി, വെറുതെ പറയാ അവര്. എനിക്കൊന്നും അറിഞ്ഞൂടാ. അറിയാം. അപർണ മിസ്സിംഗ് ആയ കേസിൽ പ്രതി നിങ്ങളാണ് മധുശങ്കർ. അല്ല, ഞാൻ നിരപരാധിയാ. എന്റെ ആമീരെ മോളെ ഞാൻ തട്ടിക്കൊണ്ടു പോകാനോ? ആരെയും കിട്ടാതെ വന്നപ്പോ എന്നെ പ്രതിയാക്കുക പോലീസ്. കൂട്ടുപ്രതിയോ? അതാരാ? നീ തന്നെ പറ. പറയാൻ. കിഷോറോ? അതെ, ഇവളുടെ ശരിക്കുള്ള ഭർത്താവ്. ബാലശങ്കറിനെ കാണുന്നതിന് മുൻപ് കല്യാണം കഴിച്ചയാൾ. അയാളുടെ പേര് സനൽ എന്നല്ലേ? സനൽ, ഗോകുൽ, രാഹുൽ, അങ്ങനെ പല പേരുകൾ പറയും. ശരിക്കും അയാൾ കിഷോറ. അവനും റിയയും കൂടി പ്ലാൻ ചെയ്ത അവനെ തട്ടിക്കൊണ്ടുപോയത്. എന്തിനാണെന്ന് നീ തന്നെ പറയൂ. ഇന്നത്തെ ഒച്ചയും ബഹളും നടക്കുമ്പോ ആമിയോട് പണം ആവശ്യപ്പെടാം. കോടികൾ വിലപേശി വാങ്ങിയിട്ട് അപർണയെ വിട്ടയക്കാനായിരുന്നു തീരുമാനം. ചോദിക്കുന്ന പണം കിട്ടിയില്ലെങ്കിൽ എന്നേക്കുമായി ആ കുട്ടിയെ തീർത്തു കളയാനും.
സംശയിച്ചില്ലേ? ഛെ, 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 ഛെ. എന്താണ് ഇത് കുട്ടികളെ പോലെ ഏ? പോട്ടെ മോളെ, മറന്നേക്ക്. പോട്ടെ, ഇവിടേക്ക് നമുക്ക് നാളത്തേക്ക് ഒരുക്കണ്ടേ? ഞാൻ ഇറങ്ങോ? നാളെ മരുമകളാവുന്നത് ഞാനായിരിക്കും കേട്ടോ. നമ്മുടെ മോന്റെ കല്യാണമാണിന്ന്. ഞങ്ങൾക്ക് മഞ്ജുവിനെ കാണാൻ പറ്റിയില്ലെങ്കിലും മഞ്ജുവിന് ഞങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. മമ്മിയുടെ പൊന്നു മോനല്ലേ അവൻ. പപ്പ, പപ്പയ്ക്ക് ദക്ഷിണ കൊടുക്കും മോനെ. എനിക്ക് മണ്ഡപത്തിൽ വെച്ച് ദക്ഷിണ തന്നാ മതി. മമ്മിയുടെ മുമ്പിൽ ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിക്കേ. ചെല്ലേ. വീഡിയോ അത്. ഈ പറഞ്ഞൊന്നും സത്യമല്ല. അപ്പു, എന്നെ ഒന്ന് വിശ്വസിക്കുന്നീ. തനുശ്രീ പറഞ്ഞു കഴിഞ്ഞോട്ടെ. എന്റെ ജീവിതം സിദ്ധു കാരണം തകർന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു പരിഹാരമേ ഉള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യണ്ടെങ്കിൽ സിദ്ധു എന്റെ കഴുത്തിൽ താലി കെട്ടണം. ഇത് ചതിയാണ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇവളുണ്ടാക്കിയ ട്രാപ്പ്. സ്വന്തം മാനം പണയം വെച്ച് ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പപ്പ എന്തോന്നും പറയാത്തത്? നമുക്ക് ആലോചിച്ചൊരു പരിഹാരം കണ്ടെത്താം. എനിക്കൊന്നും ആലോചിക്കാനില്ല. സിദ്ധു എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലീസിനെ വിളിക്കണം. അത് തന്നെയാ വേണ്ടത്. നമുക്ക് പോലീസിനെ വിളിക്കാം. അപ്പോ ഇതിന്റെ ആവശ്യം എന്താ? നീ കാര്യം അറിയാതെ. ചതിയും വിശ്വാസവഞ്ചനയും ആര് കാണിച്ചാലും അതിനെ നിയമം കൊണ്ട് നേരിടണം. അത് ന്യായമായ കാര്യം. ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. സിദ്ധു ഇനി അധികം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അപർണയ്ക്ക് നിന്നെ വിശ്വാസമില്ലാന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ചതിച്ചതാരായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കാൻ പോകുന്നത് സിദ്ധുവേട്ടനെ അല്ല, തനുശ്രീയ. എന്നെയോ? എന്തിന്? ഇയാള് സിദ്ധുവേട്ടനെ ചതിച്ചതിന്. ആഹാ, അത് ശരി. രണ്ടുപേരും ചേർന്ന് ഒത്തു കളിക്കുകയാണല്ലേ? നീയാണോ എന്നെ റേപ്പ് ചെയ്യാൻ സിദ്ധുവിനെ പറഞ്ഞു വിട്ടത്? നിർത്ത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്.
ഇവളിവിടെ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാ. വീഡിയോയും വ്യാജമാണ്. സുഖം ഇല്ലാന്നും പറഞ്ഞ് സിദ്ധുവേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് ഇവള് പറ്റിക്കുമായിരുന്നു. നുണ. ആര് പറഞ്ഞു നിന്നോട് ഈ കള്ളക്കഥ? എല്ലാത്തിനും സാക്ഷിയായ ജലജ. പറഞ്ഞു വിളിച്ചു വരുത്തുക, എന്നിട്ട് ജ്യൂസിൽ മയങ്ങാനുള്ള മരുന്ന് ഒഴിച്ചു കൊടുക്കുക. എന്തൊരു പെണ്ണാ ഇവള്. ഇതിലും വലിയ സംഭവങ്ങളല്ലേ ദിവസവും ന്യൂസിൽ കാണുന്നത്. എന്നാലും എനിക്കിതങ്ങോട്ട് ഓർത്തിട്ട് മേലാകെ പെരുക്കുക. സിദ്ധു സാറാണെങ്കി ആളൊരു പാവ. എന്നിട്ടാണോ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത്? വയറ്റിപ്പഴപ്പല്ലേ ചേട്ടാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇതിന്റെ ഇടയ്ക്ക് എന്ത് വിശേഷങ്ങള്? അവിടെ ചോദിച്ചത്. ആ ഒന്നുമില്ല, ചേട്ടൻ ആ പൈപ്പ് ശരിയാക്കുമായിരുന്നു. ശരി. ആകെ സംശയമായി എനിക്ക്. അപ്പൊ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോയെങ്കിലും പിന്നീട് ഞാൻ അങ്കിളിനെയും ചേച്ചിയെയും കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാ യഥാർത്ഥ ചിത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി അങ്കിള് പറയും. അടുത്ത വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കുന്നത് മാന്യതയല്ലെന്നറിയാം. ഈ കുട്ടിക്ക് അസുഖം കൂടിയിട്ട് രാത്രിയിൽ സിദ്ധു സാർ വന്നതായിരിക്കുമെന്നാ എനിക്ക് തോന്നിയത്. അതറിയാനാ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോ പപ്പയുടെ മനസ്സെനിക്ക് കാണാൻ കഴിയും. ആ മനസ്സിനുള്ളിലെ വീർപ്പുമുട്ടൽ എനിക്കറിയാനും കഴിയും. ഒരു മകളില്ല എന്നുള്ള സങ്കടം ഇനി എനിക്കില്ല. നീ എന്റെ പൊന്നു മോളാ. പപ്പ, അപ്പൊ ഞാനോ? ആ സിദ്ധു എന്റെ പൊന്നു മോന. അപ്പോഴേ എനിക്കൊരു ക്രമപ്രശ്നം ഉന്നയിക്കാനുണ്ട്. മുഹൂർത്തം കഴിയാറാവുന്നു. താലികെട്ട്. ശരിക്കും